ഇന്നത്തേത് ഞങ്ങൾ ജിദ്ദയിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിലെത്തിയിരുന്നു. എയർപോർട്ടിലെത്തിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം സംസം വാട്ടറും കൂടെ വാങ്ങാമെന്നുള്ളതായിരുന്നു. ഒരു പാസ്പോർട്ടിൽ ഒരു 5 ലിറ്ററിൻ്റെ സംസം വാട്ടർ ബോട്ടിൽ കിട്ടും. അപ്പം എയർപോർട്ടിന് പുറത്ത് തന്നെ ഇങ്ങനെ സംസം വാട്ടറിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടെ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ഞങ്ങൾക്ക് 3 ബോട്ടിലിനായത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ പാക്കേജ് തരും. പിന്നെ നമ്മൾ തന്നെ പേര് എഴുതിയിട്ട് ലഗേജിൻ്റെ കൂടെ സംസം വാട്ടർ ഡ്രോപ്പ് ചെയ്യാൻ പ്രത്യേകം സ്ഥലമുണ്ട്, നമ്മുടെ നോർമൽ ലഗേജിൻ്റെ കൂടെ അല്ല. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പോവാം. പിന്നെ നമ്മൾ എവിടെയാണോ നമ്മളെ ഡെസ്റ്റിനേഷൻ അവിടെ എത്തിക്കോളും. അത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, സംസം വെള്ളം നമ്മൾ മക്കത്തു നിന്ന് തന്നെ വാങ്ങിച്ച് പാക്ക് ചെയ്യണം. പിന്നീടാണ് അത് ഇവിടെ എയർപോർട്ടുകളിലൊക്കെ കിട്ടുന്ന സൗകര്യമൊക്കെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നത് ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റ് ആയിട്ടുള്ള A380യിലാണ് കേട്ടോ. എമിറേറ്റ്സിൻ്റെ A380യിലാണ്. ഇതിലെ യാത്രയും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൈറ്റ് തിരഞ്ഞ് നോക്കിയെടുത്തതാണ് ഞങ്ങൾ ഈ ടിക്കറ്റ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഫ്ലൈറ്റിൻ്റെ താഴത്തെ ഫ്ലോറിലാണ്, മേലെ ഒരു ഫ്ലോറും കൂടെ. അതാണ് ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റാണ്. നൈറ്റ് വ്യൂ ഒക്കെ ജിദ്ദനോട് വിട പറയുമ്പോൾ ഒരു വിഷമമാണ്. എന്താ പറയുക, എൻ്റെ ബർത്ത് പ്ലേസ് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഇവിടെ കിടക്കുന്നത്, ചെറുപ്പത്തിലെ ഇവിടെ ആയതുകൊണ്ടൊക്കെ. ഓക്കെ, അപ്പം എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കയറിയാൽ കുട്ടികളുള്ളവർക്കൊക്കെ അവരിങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് ഫോട്ടോ എടുത്തു കൊടുക്കും. അതിങ്ങനെ തെളിഞ്ഞ് വരാൻ ടൈം എടുക്കും. അപ്പം ഞങ്ങൾ ഒരു 3-4 എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഇപ്പോൾ കയറി നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട്. എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എമിറേറ്റ്സിൻ്റെ യാത്രക്ക് ഒരു കുറ്റവും പറയാനില്ല. അത്രയും ഹോസ്പിറ്റാലിറ്റി, എല്ലാ എക്സ്പീരിയൻസും സൂപ്പറായിരുന്നു. ഫുഡാണെങ്കിലും ഒക്കെ. ഫ്ലൈറ്റ് യാത്രൻ്റെ സമയത്തൊക്കെ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു, കാരണം അവർക്ക് സ്പെഷ്യൽ മീൽസ്, സ്പെഷ്യൽ ഗിഫ്റ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു നട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ നോർമൽ പിസ്ത ഒന്നും പൊളിക്കുന്ന പോലെ പൊളിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇതിൻ്റെ കൂടെ കിട്ടും, അത് വെച്ച് തന്നെ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. അത്രയും ഹാർഡാണ് അതിൻ്റെ ഷെല്ല്. അതിനൊരു കട്ടിങ് കിട്ടുന്നുണ്ടാവും, അതിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് തിരിക്കുമ്പോൾ പൊളിക്കാൻ പറ്റുള്ളൂ. മെക്കഡാമിയ എന്ന് പറയുന്ന നട്ട്സ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൊരു നട്ടാണ്. അപ്പം എനിക്കൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ അടുത്തൂടെ പോകുന്നൊരു കൈൻഡ് ഓഫ് ടേസ്റ്റാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു യാത്രാവിശേഷവുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് ടേക്ക് കെയർ.